പല കുട്ടികളുടെയും ഒരു പ്രശ്നം ഇതാണ്. ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പെട്ടുപോയി, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞു, ഇനി ഇത് കഴിഞ്ഞ് നേരെ ഡിഗ്രിക്ക് പോയി എന്താ ജോബ് വാങ്ങുക? ആകെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ടീച്ചിങ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്കാണെങ്കിൽ ടീച്ചിങ് സ്കില്ലില്ല, ഞങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ജോബാണ്. പക്ഷെ മക്കളെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ പറയുന്ന ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നല്ല ഏറ്റവും വലിയ ജോലി. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിന് എനിക്ക് സ്ഥാനം മറന്നു. ഈ അടുത്ത് ഞാനൊരു വീഡിയോയിൽ കറക്റ്റ് അതിൻ്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ പറയുന്ന ഡോക്ടേഴ്സ് എഞ്ചിനീയറൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് ജോലിയുടെ താഴെയാണ്. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് ഈ പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സിനൊക്കെ ഭയങ്കര സംഭവമായിട്ടുള്ളത്. എടാ, നമ്മുടെ പൊളിറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇന്ന് ഇന്ത്യയിൽ അങ്ങനത്തെ, ഞാൻ പറയും, ഇന്ത്യയിൽ സീറ്റ് കിട്ടാൻ ഏറ്റവും നമ്പർ 1 കോളേജിൽ അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് അഡ്മിഷൻ ഏറ്റവും കൂടുതൽ ടൈറ്റുള്ള, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു സബ്ജക്റ്റ് അത് പൊളിറ്റിക്സ് ആണ്. എടാ, പൊളിറ്റിക്സിന് സീറ്റ് കിട്ടുക നമുക്ക് അങ്ങനെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇന്ത്യൻ്റെ പുറത്തേക്ക് നിങ്ങൾ പൊളിറ്റിക്സ് അവിടെ പഠിക്കാൻ പോയേക്കാണ്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഈ സെലിബ്രിറ്റി പട്ടങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ, അവരൊക്കെ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ നമ്മളേക്ക് പൊളിറ്റിക്സ് പഠിച്ചിട്ട് എന്താ രാഷ്ട്രീയക്കാരനാവണം? അല്ലടാ, രാഷ്ട്രീയക്കാരനാവാനല്ല. പിന്നെയോ, ഈ രാഷ്ട്രീയക്കാരന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസേഴ്സ് ഉണ്ടാവില്ല, ഉപദേഷ്ടാകർ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇതൊക്കെയാണ് ബെറ്റർ. ഇത് നിങ്ങളാണ്. സാർ ഞങ്ങളോ? എടാ, നമ്മൾ വിചാരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ്, അവരെ മൈൻഡിൽ നിന്ന് വരുന്നതെന്നാണ്. എടാ, അവർക്ക് കുറെ ഉപദേഷ്ടാക്കളുണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ഉപദേഷ്ടാക്കൾ. നാളെ എന്ത് സംസാരിക്കണം, നാളത്തെ ഡിബേറ്റിൽ എന്ത് സംസാരിക്കണം, നാളത്തെ നിയമസഭയിൽ എന്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ടുള്ള അഡ്വൈസർ ഉണ്ട്. അപ്പൊ ഇതാരാണ്? അത് നിങ്ങളാവാം. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആളുകൾക്കാവാൻ പറ്റിയ ജോബുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. എടാ, നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ പലതും നിങ്ങൾ കേട്ടുകേൾവിയിട്ടുണ്ടാവില്ല. എടാ, ഒന്ന് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ജോബ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒന്ന് സിവിൽ സർവീസ്, അതായത് നമ്മൾ പറയുന്ന പരീക്ഷകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു എക്സാമാണ് UPSC അല്ലെങ്കിൽ സിവിൽ സർവീസ്. അതിൽ IAS, IPS, IFS കിട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ, അതായത് ഇന്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ എത്തിക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതായത് ഇവിടുത്തെ കോൺഗ്രസും BJPയും LDFിന്റെ കാര്യങ്ങൾ, ലീഗും SDPയും അതിൻ്റെ ഒന്നും കാര്യങ്ങളല്ല പറയുന്നത്. അല്ലാതെ പൊളിറ്റിക്സ് ഉണ്ടാവും. വേൾഡ് പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. വേൾഡ് പൊളിറ്റിക്സിലെ ഈ ഒരു സംഭവത്തിന്റെ വിഷയം എന്താണ്, അല്ലെങ്കിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വിഷയം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇറാനും തമ്മിലുള്ള വിഷയം, അവരുടെ പൊളിറ്റിക്സ് എന്താണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കിട്ടുന്നത് പൊളിറ്റിക്സിലൂടെയാണ്. അവിടെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ പഠിച്ചു വന്ന നൈട്രജന്റെ ഇതെത്രയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫോർമുല എത്രയാണ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ തെളിയിക്കുമെന്നല്ല നിങ്ങളോട് IAS എന്ന് ചോദിക്കുക. അത് ഏറ്റവും കൂടുതൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ പൊളിറ്റിക്സിനാണ്. അപ്പൊ അതൊന്നാണ് സ്റ്റേറ്റിലും സെൻട്രൽ ഗവൺമെന്റിലുള്ള ഏറ്റവും അടിപൊളി ജോലികൾ നിങ്ങൾക്ക് വാങ്ങാം പൊളിറ്റിക്സ് പഠിച്ചവരാണെങ്കിൽ. രണ്ടാമത്തെ പോളിസി അനലിസ്റ്റുകൾ. ഇതേപോലത്തെ പല നയങ്ങളുണ്ടാവും. ഇവിടെ ഗവൺമെന്റ് പറയില്ല ഇന്ന നയങ്ങൾ പാസ്സാക്കി അത് ഇതാക്കി, അതിൻ്റെ ഒരു അനലിസ്റ്റ് ആവാന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ കാര്യം അനാലിസിസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടി വിലയിരുത്തിയിട്ടാണ് അത് പുറത്തേക്ക് വിടാം. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ മന്ത്രിമാർ വന്നിട്ട് പറയുന്നതല്ല. ഇവിടെ മന്ത്രിമാർക്ക് ചിലപ്പോൾ അത്ര നോളജ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ നാട്ടിൽ അവർ ഫേമസ് ആണ്, അവർക്ക് കുറെ കാര്യങ്ങൾ അറിയുണ്ടാവും. അതിനാണ് അവരെന്ത് ചെയ്യുന്നത്, പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മന്ത്രിമാർക്കും, എന്തിന് മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ പോളിസി അനലിസ്റ്റ് നിങ്ങൾക്കാവാം. പിന്നെ ലോ, മെയിൻ സംഭവം ഇന്റർനാഷണൽ ലോ പഠിക്കാം. നിങ്ങൾക്ക് വേൾഡിൽ എവിടെ ഏതെങ്കിലും കമ്പനിയുടെ ലോയർ ആവാം. ഇതൊക്കെ പൊളിറ്റിക്സ് പഠിച്ച് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സംബന്ധം. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെയൊക്കെ മേഖലയിലേക്ക് എത്തിപ്പെടാം. നല്ല നല്ല കോളേജുകളിലേക്ക് എത്തിയിട്ട് വേൾഡ് പൊളിറ്റിക്സ്, അങ്ങനത്തെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അങ്ങനത്തെ കുറേ ഇതിന്റെ മേഖലകൾ തന്നെ ഉണ്ട്. പൊളിറ്റിക്സിൻ്റെ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മെല്ലെ പറയാം. പിന്നെ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസിസ്റ്റന്റ് ആവാം, സോഷ്യൽ മീഡിയ മാനേജർ ആവാം, ജേർണലിസം. എടാ, ഈ പറയുന്ന നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കിട്ടുന്നിങ്ങനെ വാത്തോരാതെ സംസാരിക്കുന്ന പല ആൾക്കാരില്ലടാ. പല ആൾക്കാരും അവർ പൊളിറ്റിക്സ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ഉണ്ടല്ലോ, അരുൺകുമാർ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പറയുന്ന അവർ എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സിന്റെ അധ്യാപകനായിരുന്നു എന്ന് തോന്നുന്നു കുറച്ച് മുമ്പ്. എവിടെയൊക്കെ ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ട്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ, പൊളിറ്റിക്സിന്റെ അധ്യാപകനായിരുന്നു എന്ന് പറയും. അപ്പൊ ഈ അങ്ങനെ ഒരുപാട് ജേർണലിസ്റ്റുകളൊക്കെ എന്തായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച് അനലിസ്റ്റുകളായിരിക്കും കേട്ടോ. മാർക്കറ്റിംഗ് റിസർച്ച് അനലിസ്റ്റുകളായിരിക്കും മറ്റൊന്ന്. പിന്നെ വരുന്നത് ടീച്ചിങ്. മറ്റൊരു സംഭവമാണ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അധ്യാപകനാവാന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, അധ്യാപകൻ എന്നുള്ള ഒരു സംഭവം. ഓക്കെ, പ്രൊഫസർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവാൻ പറ്റും. പിന്നെ ഇന്റലിജൻസ് അനലിസ്റ്റ്, പൊളിറ്റിക്കൽ കൺസൾട്ടന്റ്. ആ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞതാണ് നമ്മൾ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെ ഇപ്പൊ വിലയിരുത്താം, എന്ത് നാടിന് കൊടുക്കാൻ പറ്റും. മന്ത്രിമാർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ
അടുത്ത MLA-മാർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്ക് നമ്മൾ കാര്യങ്ങൾ ഓർക്കും, വലിയ വലിയ സംഭവങ്ങൾ. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്സ് പഠിച്ചാലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും ഇത് ഞാൻ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞതാണ്. ഇതിനൊക്കെ സാലറി പറയുന്ന മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇതിനൊക്കെ സാലറി നിങ്ങൾ പെർ ആനം, അതായത് ഒരു വർഷത്തിൽ കിട്ടുന്ന സാലറി നമ്മൾ കേട്ടിട്ട് അത്ഭുതപ്പെടുന്ന ഒരു ഡോക്ടേഴ്സിനും ഒരു എഞ്ചിനീയറിനും കിട്ടാത്ത സാലറിയാണ് ഇതൊക്കെ. ഇതൊന്നും ചെറിയ കാര്യമില്ല. ഇവിടേക്ക് എത്തിപ്പെട്ടാലല്ലേ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ പൊളിറ്റിക്സ് ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാരൊന്നും ഒരിക്കലും എന്തില്ല, നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ആകെ ഡിഗ്രി എടുത്ത് നേരെ ഇത് പഠിച്ചോല്ല. ഡിഗ്രി തന്നെയാണ് എടുക്കേണ്ടത്, ഇതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പോൾ വലിയ രീതിയിലുള്ള ഇതിലുള്ള ഏതെങ്കിലും ജോബിലൊക്കെ നിങ്ങൾ എത്തിക്കാണാം. പിന്നെ മറക്കായിരുന്നു സാറേ ഞങ്ങൾക്ക് അത് പറഞ്ഞു തന്നത്. ഈ മറന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ എത്തിക്കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു.